നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല. നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് ഒരു യാദൃശ്ചികതയുമല്ല. ഇത് ഒരു വിളിയാണ്. അതെ, ഗുരുവായൂരപ്പന്റെ വിളി. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ട് എന്ന് ദൈവം തന്നെ തീരുമാനിച്ചതിനാലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വീഡിയോകളുള്ള ഈ ലോകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ എത്തിയത്? അതിന് ഒരു കാരണമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ഒരു ആശങ്ക, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന. നിങ്ങൾ ഒരുപക്ഷെ ആരോടും പറയാത്ത ഒരു വിഷയം. അതുതന്നെയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു സാധാരണ പ്രഡിക്ഷൻ അല്ല, ഇത് ഒരു ദൈവിക സന്ദേശമാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് 3 രൂപങ്ങളാണ്. 1, 2, 3 എന്ന് നമ്പർ ഇട്ടുകൊണ്ട് ഗുരുവായൂരപ്പന്റെ 3 രൂപങ്ങൾ. ഈ 3 രൂപങ്ങളും സാധാരണ ചിത്രങ്ങളല്ല. ഇത് നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയി എടുക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യമാണ് പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മനസ്സ് ശാന്തമാക്കുക. മനസ്സിലൊരു പ്രാർത്ഥന പറയുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിക്കുക. മനസ്സിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. കൃഷ്ണ ഭഗവാന്റെ ആ സുന്ദരമായ രൂപം, തുളസിമാല, മകുടം, മുരളി. അവൻ നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ എന്തോ പറയാൻ പോകുന്നു. അതെ, നിങ്ങൾക്കായി മാത്രം. ഇപ്പോൾ കണ്ണുകൾ തുറക്കുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ 3 നമ്പറുകൾ കാണുന്നുണ്ട്. 3 നമ്പറിന്റെ മുകളിലായിട്ട് ഭഗവാന്റെ 3 രൂപങ്ങളും. ഒന്നും വേഗത്തിൽ തിരഞ്ഞെടുക്കരുത്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം ഏതാണോ അതുതന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത് ഈ 3 ചിത്രങ്ങളിൽ ഏതാണോ അതാണ് നിങ്ങളുടെ ഭാവി പറയുന്നത്. കാരണം അത് നിങ്ങളുടെ ആത്മാവിന്റെ തീരുമാനമാണ്. ഇതൊരിക്കലും ഒരു കളിയല്ല, ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം വരെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരും എന്നത് തീർച്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന മറുപടി ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ശാന്തമായി നോക്കുക ഈ 3 ചിത്രങ്ങളെ. ഏത് ചിത്രമാണ് നിങ്ങളെ ആകർഷിക്കുന്നത്? ഏത് ചിത്രമാണ് നിങ്ങളെ വിളിക്കുന്നത്? അതുതന്നെയാണ് നിങ്ങളുടെ മെസ്സേജ്. കുറച്ച് സമയമെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന്റെ നമ്പർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ മന്ത്രങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ ഒരു അർച്ചനയായി നമുക്ക് സമർപ്പിക്കാം. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ശരിയായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭഗവാന്റെ 1-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഗുരുവായൂരപ്പൻ നേരിട്ട് നിങ്ങളെ സ്പർശിച്ച നിമിഷമാണ്. ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ആളാണ്. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും, പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒരു വലിയ വിഷമം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. അതെ, ഗുരുവായൂരപ്പൻ അതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ ഫേസിലാണ് നിൽക്കുന്നത്. എന്തു ചെയ്യണം, ഏതു വഴി തിരഞ്ഞെടുക്കണം, ആരെ വിശ്വസിക്കണം, ഇതെല്ലാം നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുന്നു, പക്ഷെ പറയാൻ ഒരാളില്ല. ഇത് വളരെ വ്യക്തമായി കാണുന്ന ഒരു അവസ്ഥയാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട. ഇതാണ് ആദ്യം ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ പലതവണ കരഞ്ഞിട്ടുണ്ട്, മനസ്സിൽ മാത്രം. അത് ആരും കണ്ടില്ലെങ്കിലും ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിന്റെ കഷ്ടകാലം അവസാനിക്കാനിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 7 മുതൽ 21 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ മാറ്റം വരും. ആ ചെറിയ മാറ്റം വലിയ വഴിത്തിരിവിലേക്ക് നിങ്ങളെ നയിക്കും. ഇത് ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു വാർത്തയായിരിക്കാം, ഒരാളിന്റെ വരവായിരിക്കാം. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുന്നതായിരിക്കും. നിങ്ങൾ ഒരാളെ വളരെ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു.
പക്ഷെ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഇത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ പറയുന്നത് ആളുകൾ മാറും, പക്ഷെ ഞാൻ മാറില്ല എന്നതാണ്. നിങ്ങൾക്കുള്ള ശരിയായ ആളുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷേ റിസൾട്ട് വൈകിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് കാരണം നിങ്ങൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങളുടെ സമയം അടുത്തിരിക്കുകയാണ്. ഒരു പുതിയ അവസരം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും നിങ്ങളെ തേടി വരും. അതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അത്. ഇനി അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്, ഒരു പ്രധാന കാര്യമുണ്ട്. ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയരുത്. കാരണം നിങ്ങളുടെ എനർജി ചിലർ നെഗറ്റീവിലേക്ക് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശാന്തമായി മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ഇനി അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നേടിയെടുക്കാനായിട്ട്, തടസ്സങ്ങളെ മറികടക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും രാവിലെ കൃഷ്ണ എന്ന് 3 പ്രാവശ്യം വിളിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിക്കുക. മനസ്സിൽ ഗുരുവായൂരപ്പനെ എപ്പോഴും ഓർക്കുക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടാകും. ഭഗവാൻ ഏതൊരാപത്തിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സൈനാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ ഇനി വേണ്ടൂ. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതിന്, നിങ്ങളുടെയും കുടുംബത്തിന്റെയും മേൽ ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകുന്നതിന് ഗുരുവായൂരപ്പ കാത്തുകൊള്ളണേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ 2ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരിക്കലും സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ ആരംഭമാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഒരു വലിയ സത്യമാണ്. നിങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ വേദന വേഗത്തിൽ നിങ്ങളെ ബാധിക്കും. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. പക്ഷെ അതേ രീതിയിൽ തിരിച്ചു നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതാണ് നിങ്ങളെ ഉള്ളിൽ തകർത്തു കളഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഹെവി ഫീലിംഗ് ഉണ്ട്. എന്തോ ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ. ചിലപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോകണം എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇത് സത്യമല്ലേ? പക്ഷേ നിങ്ങൾ ഇന്നും നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തി കൊണ്ടാണ്. ഗുരുവായൂരപ്പൻ ഒരു ശക്തമായ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് അവസാന ഘട്ടമാണ്. അതെ, നിങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ കരഞ്ഞ ഓരോ നിമിഷവും ദൈവം കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കും. അടുത്ത 14 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. ഇതൊരിക്കലും ചെറിയ മാറ്റമല്ല, നിങ്ങൾ തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള മാറ്റം. ഇത് ഒരുപക്ഷെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റമാകാം, ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാറ്റമാകാം, സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റമാകാം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രോങ് ഇൻഡിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ ഒരാൾ, നിങ്ങളെ വിട്ടുപോയ ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ സമയം നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം അവർ മാറിയിട്ടില്ലായിരിക്കും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഹൃദയത്തെക്കാൾ ബുദ്ധിയെ കേൾക്കൂ എന്നതാണ്. നിങ്ങളുടെ ഭാഗ്യ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾക്ക് ലക്ക് കൂടുതലായിരിക്കും, അതായത് ഭാഗ്യം കൂടുതലായിരിക്കും. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പ്രത്യേക അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യവും ചെയ്യുന്ന സമയത്ത് വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ വളരെ വേഗം ഫലം കാണും എന്നതാണ് സത്യം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷെ അത് ആദ്യത്തിൽ നിങ്ങൾക്ക് ചെറിയതായിട്ട് തോന്നും. ഇത് ഇഗ്നോർ ചെയ്യരുത്. കാരണം അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. നിങ്ങളുടെ സീക്രട്സ് ആരോടും പറയരുത്. എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. ജീലിയസ് ഉള്ള ഒരാൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, അതായത് അസൂയുള്ള ഒരാൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരു ദൈവിക സംരക്ഷണം ഉള്ള ആളാണ്.
ഇനി അതുപോലെ തന്നെ ദൈവിക നിർദ്ദേശമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ദിവസവും 2 മിനിറ്റ് കണ്ണുകൾ അടച്ച് കൃഷ്ണ എന്ന് വിളിക്കുക. ഒരു തുളസിയില എടുത്ത് പ്രാർത്ഥിക്കുക. തുളസിയില കയ്യിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം, അത് സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ, ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിക്കുക. ഇത് നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു വലിയ സന്തോഷ വാർത്ത കേൾക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾക്കായി ഒരു പുതിയ വഴി തുറക്കുന്നു. പക്ഷേ പേഷ്യൻസ് വേണം, വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭഗവാന്റെ 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല എന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ വളരെ ശക്തനായ വ്യക്തിയാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റൊരാളായിരുന്നെങ്കിൽ ഇതിനകം തന്നെ തകർന്നേനെ. പക്ഷെ നിങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നതാണ് അത് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ എല്ലാ അനുഭവങ്ങളും നിങ്ങളെ ശക്തനാക്കി അല്ലെങ്കിൽ ശക്തയാക്കി എന്നതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സൈലന്റ് ഫേസിലാണ്. അധികം സംസാരിക്കാറില്ല. എല്ലാം ഉള്ളിൽ തന്നെ വയ്ക്കുന്ന സ്വഭാവം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാന സന്ദേശം ഇങ്ങനെയാണ്. ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, നീ ഇനി കാത്തിരുന്നതിന് ഫലം ലഭിക്കും എന്നുള്ളതാണ്. അതെ, നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. ഇത് സ്ലോ ആയി വരുന്ന സക്സസ് അല്ല, സഡൻ ആയി വരുന്ന ബ്രേക്ക് ത്രൂ ആണ്. അടുത്ത 21 മുതൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കും. ഇത് ഒരുപക്ഷെ ഒരു അവസരമായിരിക്കാം, ഒരു ആളിന്റെ സഹായമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവസരമായിരിക്കാം. ഇവയിൽ ഏതെങ്കിലുമായിട്ട് നിങ്ങളെ തേടി ഒരു നല്ല വാർത്ത വരും, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം വരും. പക്ഷെ അത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും എന്നതാണ്. നിങ്ങൾക്കുള്ള ലക്ക് ഇപ്പോൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് വലിയ ഒരു ഉയർച്ച നിങ്ങൾ കാണും. ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ പരിശ്രമം ഇനി വെറുതെ ആകില്ല. ഇനി ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ആരെയോ മനസ്സിൽ വെച്ചിരിക്കുന്നു എന്നതാണ് സത്യം. പക്ഷെ അവർ നിങ്ങളെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും. ശരിയായ ആളുകൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. തെറ്റായ ആളുകളെ ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റും. ഗുരുവായൂരപ്പന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്, ഓവർ തിങ്കിങ് ഒഴിവാക്കുക, പാസ്റ്റിനെ വിട്ടുകൊടുക്കുക, നെഗറ്റീവ് ആളുകളിൽ നിന്നും ഒരു അകലം പാലിക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു ഉയർച്ചയുടെ സമയത്താണ്. ഭഗവാൻ നൽകുന്ന ഒരു ദൈവിക നിർദ്ദേശമുണ്ട്. ദിവസവും ഗുരുവായൂരപ്പ എന്ന് 5 പ്രാവശ്യം വിളിക്കുക. ഒരു ദിവസമെങ്കിലും കൃഷ്ണ ഭഗവാന് വേണ്ടി ഒരു പ്രാർത്ഥന ഡെഡിക്കേറ്റ് ചെയ്യുക. ഒരു നല്ല കാര്യം, നിങ്ങളാൽ കഴിയുന്ന ഒരാൾക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ ഇരട്ടിപ്പിക്കും. ഇനി അവസാന സന്ദേശം ഇങ്ങനെയാണ്, നിങ്ങളൊരു സ്പെഷ്യൽ സോളാണ്. ദൈവം നിങ്ങളെ പരീക്ഷിച്ചു. ഇനി നിങ്ങളെ ഭഗവാൻ ഉയർത്താൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ദിവസം വളരെ അടുത്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പ നന്ദി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ കരുണയും സ്നേഹവും കടന്നു വരട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭഗവാന്റെ 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.